ഫ്രണ്ട്സ്, വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ലാതെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ നമുക്കൊരു ബൗളിലേക്ക് ആദ്യം തന്നെ ഒരു കപ്പ് പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഗോതമ്പ് പൊടി എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മൈദയും എടുക്കാവുന്നതാണ് കേട്ടോ. രണ്ടാണെങ്കിലും നമുക്ക് ഒരു കപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസ് ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പരുവത്തിലൊന്ന് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പച്ചവെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ, ചൂടുവെള്ളത്തിലല്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫില്ലിംഗ് ആണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അതിനുശേഷം ഒരു പാൻ ഒന്ന് ചൂടാക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ കൂടെ ഒന്ന് ചൂടാവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് സ്ലൈസ് ചെയ്തത് കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ അളവിലാണ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവാള നമുക്ക് ഒരുപാട് കളറൊന്നും ചേഞ്ച് ആവണ്ട. സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു പഴുത്തിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു വലുതൊന്നുമല്ല കേട്ടോ, ഏതൊരു ഒരു മീഡിയം സൈസിലുള്ള ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ചെറുതായിട്ട് തന്നെ മുറിച്ചിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലക്ക് പകരം നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മല്ലിയില ആണെങ്കിൽ ഈ ഒരു സമയത്തെല്ലാം നമുക്ക് മസാലയൊക്കെ റെഡി ആയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുന്ന ആ ഒരു സമയം ഉണ്ടാവുമല്ലോ, അന്നേരം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതായത് തക്കാളി നല്ല പോലെ തന്നെ ഒന്ന് വെന്തങ്ങ് ഉടഞ്ഞ് കിട്ടണം, അതുവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിനിടയിൽ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പിന്നെ കുറച്ച് എരിവിനായിട്ടൊരു 1 ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് പിന്നെ എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഫ്ലേവറിന് ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പിന്നെ ഈ മസാലയിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എഗ്ഗാണ്. ഇപ്പോൾ ഞാനൊരു 2 എഗ്ഗാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ പൊട്ടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു മസാലയൊക്കെ ഒരു സൈഡിലേക്ക് ഒന്ന് അതുപോലെ ഒന്ന് മാറ്റിയിട്ട് വേണം എഗ്ഗ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ എഗ്ഗ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാലയും എഗ്ഗും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനുശേഷം എഗ്ഗ് നല്ലപോലെ ഒന്ന് കുക്കായിട്ട് കിട്ടണം, അതുവരേക്കും നമുക്ക് ഒരു മസാല വേവിക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡിയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ മല്ലിയില ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നമ്മുടെ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഞാനൊരു വലിയ ബോൾ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വലിപ്പത്തിലുള്ള ഒരു ബോളാണ് എടുത്തിട്ടുള്ളത്. ഒരല്പം പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അതായത് പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മളിത് തിന്നായിട്ട് വലിയ ഒരു റൗണ്ടിലൊന്നും പരത്തിയെടുക്കണ്ട.
ചെറിയൊരു തിക്നെസ്സോട് കൂടി തന്നെ ചെറിയൊരു റൗണ്ടിൽ തന്നെ പരത്തിയെടുത്താൽ മതിയാവും. അതിനുശേഷം പിന്നെ നമ്മൾ ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ആ ഒരു മിക്സ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മിക്സ് ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇന്ന് പുറത്തേക്ക് പോവാത്ത രീതിയിൽ ബാക്കി വരുന്ന പോർഷനൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ എഗ്ഗിൻ്റെ മിക്സൊക്കെ കറക്റ്റ് പുറത്തൊന്നും പോവാത്ത രീതിയിൽ അതിനുള്ളിലാക്കി ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് കൂടെ പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനിത് പരത്തിയെടുക്കുന്നത്. ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒരുപാട് തിന്നായിട്ടല്ല, കുറച്ചൊരു തിക്നെസ്സിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു രീതിക്ക് തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ ചുട്ടെടുക്കാനുള്ള പാന് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. പാനിലേക്ക് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെച്ചിട്ട് അതിൻ്റെ 2 സൈഡും 2 മിനിറ്റ് നേരമാണ് കേട്ടോ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് ഇപ്പോൾ ഏകദേശം 2 മിനിറ്റൊക്കെ ആയപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാനിതാ മേലത്തെ സൈഡിലും കൂടെ കുറച്ച് ഗീ ആക്കി കൊടുക്കുകയാണ്. ഇനിയിത് മറിച്ചിട്ടിട്ട് നമുക്ക് ഒരു മറ്റേ സൈഡ് കൂടെ 2 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്രിസ്പി ആക്കിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കിതിനകത്തുള്ള ആ ഒരു ഫില്ലിങ് തന്നെ മതിയാവും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ റെസിപ്പി എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻസൊക്കെ മിസ്സാവാതെ കിട്ടാൻ കൂടെ കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യണം കേട്ടോ. താങ്ക് യു.